മഹാനായ ഉബയ്യ് ഇബ്നു റളിയല്ലാഹു തആല അൻഹു ബഹുമാന്യരായ സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സ്വഹാബ, പരിശുദ്ധമായ റമളാനിന്റെ അവസാനങ്ങൾ കടന്നു വരുമ്പോൾ അതിന്റെ രാവിനും അതിന്റെ പകലിനൊക്കെ വല്ലാത്ത ചന്തമുണ്ടായിരിക്കും. ആ പകലിന് വല്ലാത്ത സുഗന്ധമുണ്ടായിരിക്കും. ആ രാവിന് വല്ലാത്ത ചന്തമുണ്ടായിരിക്കും. അതാർക്കാണ് ലഭിക്കുന്നത് എന്നറിയുമോ? ഞാൻ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയിരിക്കുകയാണ്, നീ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങൂ എന്ന് പറഞ്ഞിട്ട് പരസ്പരം പറയുന്നവരോടാണ് ഓരോരുത്തരെ കാണുമ്പോൾ പറയുന്നു, നിന്റെ ദുആയിൽ എന്നെ മറക്കല്ലേ. നിങ്ങൾ എന്നോട് പറയുന്നുണ്ട്, ഉസ്താദേ, നിങ്ങൾ ദുആ ചെയ്യുമ്പോ സാധുക്കളായ ഞങ്ങളെ മറക്കല്ലേ എന്ന്. ഞാൻ നിങ്ങളോടും പറയുന്നുണ്ട് സഹോദരങ്ങളെ, ദുആ ചെയ്യാൻ പറയുന്നത് 3 ആളുകളോടാണ്. എല്ലാവരോടും നമുക്ക് ദുആ ചെയ്യാൻ പറയാൻ പറ്റുമോ? എല്ലാവരോടും നിങ്ങൾ ദുആ ചെയ്യുമെന്ന് പറയാൻ പറ്റുമോ? ഒന്നാമത്തെ വിഭാഗം നമ്മൾ ദുആ ചെയ്യാൻ പറയുന്ന ആളുകൾ ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബമുണ്ടോ? അഹ്ലു ബൈത്തുണ്ടോ? സയ്യിദന്മാരുണ്ടോ? ആ പ്രിയപ്പെട്ട സയ്യിദന്മാരോട്, അത് ഏത് കണ്ണിയായാലും മുത്തുനബിയുടെ കുടുംബമാണെന്ന് മനസ്സിലാക്കിയാൽ അവരോട് നമ്മൾ ഒന്നാമതായി ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യണം. കാരണം എന്തെന്നറിയുമോ? അവര് മുത്തുനബിയുടെ പേരമക്കളാണ്. നമ്മൾ അവരോട് ഒന്നാമത് നമ്മൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യേണ്ടത് അവരോടാണ്. അവരോട് നല്ല മനസ്സോടെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യാം. തങ്ങളെ, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് ദുആരക്കണം, അല്ലാഹുവിലേക്ക് നിങ്ങളൊന്ന് പറയണം. റബ്ബിന്റെ മുമ്പിലേക്ക് നിങ്ങളെ കരങ്ങൾ ഉയർത്തുമ്പോ സാധുവായി എന്നെ കൂടുതൽപ്പെടുത്തണം പറഞ്ഞാ മതി. സയ്യിദന്മാർ അവര് ദുആ ചെയ്യും നമുക്ക് വേണ്ടിയിട്ട്. രണ്ടാമത് ആരോടാണ് ദുആ ചെയ്യേണ്ടെന്ന് എന്നറിയോ? ദുആ ചെയ്യാൻ പറയേണ്ടുന്നത് ഇനിയുള്ള പെരുന്നാളിന്റെ ദിവസങ്ങൾ വരെ അതിന്റെ പകലിന് പോലും വല്ലാത്ത സൗന്ദര്യമാണ്, പകലിന് പോലും വല്ലാത്ത ചന്തമാണ്. ഇനിയുള്ള ഈ അതേ രാത്രി ആ ഒരു ചന്തം നമുക്ക് കിട്ടുന്നില്ല. രാത്രി നമുക്ക് ആ ഒരു ചന്തം നമുക്ക് ലഭിക്കുന്നില്ല. രാത്രി ആ ഒരു സൗഭാഗ്യം നമുക്ക് ലഭിക്കുന്നില്ല. രാത്രി വേറെയാണ്, രാത്രി വേറെയാണ്. വജഅൽന النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا وأنزلنا من الثمرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا. ഈ ആയത്തുകളോട് നമ്മൾ പകലുകളിൽ, ഇനിയുള്ള പകലുകൾ നമ്മൾ ഓതണം. ഇനിയുള്ള പകലുകളിൽ ഈ ആയത്തുകൾ നമ്മൾ ഓതിക്കൊണ്ട് കടന്നു വരണം. അങ്ങനെ വന്നാൽ ഈ ഈ ഉള്ള പകലുകളൊക്കെ നമുക്ക് സൗന്ദര്യമായിട്ട് അല്ലാഹു കാണിച്ചു തരും. വജഅൽന النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا وأنزلنا من الثمرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا. ഇനിയുള്ള പകലുകളിൽ അള്ളാഹുവിന്റെ സ്വർഗം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ, ആ സ്വർഗത്തിന്റെ പരിമളം എനിക്ക് ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൊതിക്കുന്നവർ, അവർ ഈ ആയത്തുകൾ ഓതണം. ഈ ആയത്തുകൾ ഓതിയിട്ട് മറ്റുള്ളവരോട് ദുആ ചെയ്യാൻ പറയണം. എനിക്ക് വേണ്ടി, എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ പറയുമ്പോ അൽഹംദുലില്ലാഹ്, അത് വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പൊ രണ്ടാമതായി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമതായിട്ട് ആരോടാണ് ദുആ ചെയ്യാ പറയേണ്ടെന്ന് എന്നറിയോ? അൽ ഉലമാ, അത് ഉലമാക്കളോടെയാണ്, ഉലമാക്കളോടാണ് രണ്ടാമതായി നിങ്ങൾ ദുആ ചെയ്യാ പറയേണ്ടുന്നത്. സയ്യിദന്മാരോട്
രണ്ട്, നമ്മുടെ നാടുകളിൽ ഉള്ള ആലിമീങ്ങളോട് ഉസ്താദുമാരോട് ദുആരക്കാൻ പറയണം. നിങ്ങൾ അവരിലേക്ക് നോക്കരുത്, മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടുന്നത് അവർ ദുആരക്കുമ്പോ ആയിരക്കണക്കാന ആളുകൾ അവരോടൊപ്പം ആമീൻ പറയാനുണ്ട്. ആയിരക്കണക്കാന ഉമ്മമാരാമീൻ പറയാനുണ്ട്. ആയിരക്കണക്കായ വയസ്സായ ഉപ്പമാരാമീൻ പറയാനുണ്ട്. ആയിരക്കണക്കാന പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആമീൻ പറയാനുണ്ട്. അവരൊക്കെ ആമീൻ പറയുമ്പോ നിങ്ങളൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരാണോ? നിങ്ങളുടെ ആഗ്രഹങ്ങൾ അവരാ മജ്ലിസിൽ ദുആരക്കുമ്പോ അല്ലാഹു അത് തട്ടിക്കളയില്ല. അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു സ്വാലിഹത്തായ ഒരു ഉമ്മയുടെ ആമീൻ അല്ലാഹു തട്ടൂല്ല. സ്വാലിഹത്തായ ഉപ്പയുടെ ആഗ്രഹങ്ങൾ അല്ലാഹു തട്ടൂല്ല. സ്വാലിഹത്തായ പ്രിയപ്പെട്ടവരുടെ ആഗ്രഹങ്ങൾ അല്ലാഹു തട്ടൂല്ല. അതുകൊണ്ട് നിങ്ങൾ ആലിമീങ്ങളോട് നിങ്ങൾ ദുആ ചെയ്യാൻ പറയോ? ദുആ ചെയ്യാൻ പറയുമ്പോ എല്ലാരും ദുആ ചെയ്യാൻ പറയുമ്പോ അത് അംഗീകരിക്കാനും പാടില്ല. അത് നിയമമാണ്. കാണുന്നവരൊക്കെ പറയാം ദുആ ചെയ്യും. എന്തിനാ ദ്വാരൊക്കെ? ആർക്ക് വേണ്ടിയാണ് ദുആ ചെയ്യാൻ പറ്റുന്നത്? ദുആ ചെയ്യാൻ പറ്റുന്ന വിഭാഗം ഒന്ന് അല്ലാഹനെ ഓർക്കുന്നവർ, നിസ്കരിക്കുന്നവർ, നോമ്പ് നോക്കുന്നവർ, സ്വതക്ക ചെയ്യുന്നവർ, സകാത്ത് കൊടുക്കുന്നവർ, നാവിനെ സൂക്ഷിക്കുന്നവർ. 5 കാര്യങ്ങളാണ്. പിന്നെ അള്ളാഹ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ അർഹതപ്പെട്ടവർ ഒന്ന് നിസ്കരിക്കുന്നവര്, നോമ്പ് നോക്കുന്നവര്, സ്വതക്ക ചെയ്യുന്നവര്, സക്കാത്ത് കൊടുക്കുന്നവര്, നാവിനെ സൂക്ഷിക്കുന്നവര്. 5 പേർ. ഈ 5 കൂട്ടർക്ക് നമുക്ക് എന്ത് ചെയ്യാം? ദുആ ചെയ്യാം. എന്നാൽ നേരെ തിരിച്ചും അങ്ങനെയാണ്. നിസ്കരിക്കാത്തവർക്ക് എന്ത് ദുആ? നോമ്പ് നോക്കാത്തവർക്ക് എന്ത് ദുആ? സ്വതക്ക ചെയ്യാ സമ്പത്തുണ്ടായിട്ടും സ്വതക്ക ചെയ്യാത്തവർക്ക് എന്ത് ദുആ? സമ്പത്തിന്റെ സക്കാത്ത് കൊടുക്കാത്തവർക്ക് എന്ത് ദുആ? അല്ലാഹുവേ നാവിനെ സൂക്ഷിക്കാത്തവർക്ക് എന്ത് ദുആ? ചില ആളുകൾ അങ്ങനെയാണ്. ദുനിയാവിന്റെ പുറത്തുകൂടെ അവരിങ്ങനെ നടന്നു പോകും. എവിടൊക്കെയാണോ ഏതൊക്കെ അറ്റത്തും മൂലത്തൊക്കെ ഫിത്ന ഉണ്ടാക്കാൻ പറ്റുന്നവരുണ്ടോ അവിടൊക്കെ പോയിട്ട് തിരികൊളുത്തുന്ന ആളുകളുണ്ട്. അവരുടെ വിചാരം, ചില ആളുകളുടെയൊക്കെ വിചാരം, ഞങ്ങൾ ഇങ്ങനൊക്കെ ചെയ്യുമ്പോ അല്ലാഹുവേ മറ്റുള്ളവര് കണ്ടുകൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ ഈ പറയുന്നവരൊക്കെ പേടിച്ചു പോകുന്നു അല്ലേ? ചില ബുദ്ധിയില്ലാത്ത ആളുകളുടെ സ്വഭാവം അങ്ങനെയാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാ? ചില ആളുകൾ ഭയങ്കര വെയിറ്റ് ഒക്കെ ഇട്ട് വെളിയിലൊക്കെ ഇറങ്ങിയിട്ട് പറയും, അല്ലെ വെളിയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടാ, ഞാൻ അങ്ങനെയാണ്, നീ അങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. എന്താണ്? ഭീരുക്കളാണവര്. ഈ വെല്ലുവിളിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും വലിയ ഭീരുക്കള്. അല്ലെങ്കിൽ ആ വെല്ലുവിളി സ്വീകരിക്കുക. മനുഷ്യന്മാരങ്ങനെയാണ് ഇല്ലേ? അതുകൊണ്ട് നാവ് സൂക്ഷിക്കാത്തവർക്കും ദുആ ചെയ്യാൻ പാടില്ല. ഞാൻ ഇത് പറഞ്ഞപ്പോ അടുത്ത ആൾക്കാർ എന്റെ അടിപ്പ് അടുത്ത കമന്റ് പറയും, ആരാ ഉസ്താദിനെ പറഞ്ഞെന്ന് ചോദിക്കും. ഒന്നും മിണ്ടാൻ പറ്റില്ല. മിണ്ടി അപ്പച്ചി ഉസ്താദ് ആരാന്താ പറഞ്ഞത്? അതാണ് മനുഷ്യന്മാര്. ഞാൻ എന്റെ വിഷയം പറയാട്ടാ, അതിന് വേറൊരു കോലത്തിൽ എന്താക്കണ്ട, ചിത്രീകരിക്കണ്ട. അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങനെ ആരെങ്കിലും ഇതിനകത്ത് വന്നിട്ട് ഫിത്ന ഉണ്ടാക്കി ഇൻഷാ അല്ലാഹ് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക് ആരാന്ന്. അങ്ങനെ കണ്ടാല് അള്ളാന്റെ ഹബീബിന്റെ പരിശുദ്ധമായ വാക്കാണ്. 5 കാര്യങ്ങളുള്ളവർക്ക് നിങ്ങൾ ദുആരക്കണം. ഇവരിങ്ങനല്ലേ? ആരോഗ്യമുണ്ട്, നിസ്കരിക്കുന്നില്ല. സമ്പത്തുണ്ട്, സ്വതക്ക ചെയ്യുന്നില്ല. സമ്പത്തുണ്ട്, സക്കാത്ത് കൊടുക്കുന്നില്ല. അങ്ങനെ ഉള്ളവരാണെങ്കിൽ അവരെ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം. അവർക്ക് ദുആ ചെയ്തിട്ട് കാര്യമില്ല. അല്ലാഹുവേ ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, സ്വർഗം നിറച്ചു തരണേ അല്ലാ. അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ അർത്ഥം. നമ്മൾ പ്രത്യേകരമായി നമ്മൾ സൂക്ഷിക്കുക. ആ പ്രത്യേകമായിട്ടുള്ള അള്ളാഹുവിലേക്കുള്ള സൂക്ഷ്മത അതൊരു വല്ലാത്തൊരു പോരിശയുള്ളതാണ്. അള്ളാഹു സ്വർഗത്തിന്റെ അഹ്ലുകാരുടെ കൂട്ടത്തിൽ നമ്മളെ മുഴുവനും ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവേ നിങ്ങൾ എല്ലാവരും ഇന്ന് രാത്രി എന്നല്ല, ഇന്ന് മഗ്രിബിന് മുമ്പ് നിങ്ങൾ ചൊല്ലാനുള്ള ഒരു ദിക്റുണ്ട്. ഏതെന്നറിയുമോ? ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ.
അല്ലാഹുവിലേക്കുള്ള ദുആ, അല്ലാഹുവിലേക്കുള്ള ദുആ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. നീറുന്ന മനസ്സോടെ അല്ലാഹുവിലേക്ക് നമ്മൾ പറയുമ്പോ ഉറപ്പായി അല്ലാഹു നമ്മളെ സ്വീകരിക്കും, ഇല്ലേ? നിങ്ങള് അല്ലാഹുലേക്ക് അങ്ങോട്ട് പറഞ്ഞാൽ മതി, അല്ലാഹു നിങ്ങളുടെ കൈകളെ തട്ടിക്കളയില്ല. മൂന്നാമത്തെ വിഭാഗം ആരാണ്? മൂന്നാമത്തെ വിഭാഗത്തെ പറ്റി ഞാൻ പരിചയപ്പെടുത്തി തരാ. ഇനി ദുആക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞാൽ ദുആ ചെയ്യാൻ അവിടെ നിന്ന് നമ്മൾ താല്പര്യം കാണിക്കുന്ന മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? രോഗമായി കിടക്കുന്നവരുണ്ടല്ലോ, കാല് തളർന്നു കിടക്കുന്നവരുണ്ടല്ലോ, വെരിക്കോസിന്റെ രോഗം വന്നിട്ട് ശരീരം മുഴുവനും വേദനിച്ചുകൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ, ഒന്നിരിക്കാനോ കിടക്കാനോ കഴിയാത്തവരുണ്ടല്ലോ. അതുപോലെ മക്കളില്ലാത്തവരെപ്പോ ദുആ ചെയ്യാൻ പറഞ്ഞാലും അവർക്ക് നിങ്ങൾ ദുആരക്കണം. കാരണം എന്തെന്നറിയോ? വീടിന്റെ അകത്തട്ടിൽ പുന്നാര മക്കളുള്ളതൊരു വല്ലാത്തൊരു സൗഭാഗ്യമാണ്. പരിശുദ്ധമായ റമളാനിൽ സഹജീവികളോട് കരുണ കാണിക്കണം. റമളാനിൽ എന്ന് മാത്രമല്ല, അതല്ലാതെ ഉള്ള സമയങ്ങളിൽ പോലും തന്റെ കൂടപ്പിറപ്പുകളോട്, തന്റെ ബന്ധുമിത്രാദികളോട്, തന്റെ അയൽവാസികളോട്, തന്നെ പോലെ ആരോഗ്യമുള്ള അല്ലെങ്കിൽ തന്നെ പോലെ അധ്വാനിക്കാൻ വേണ്ടി കടന്നു പോകുന്ന ആളുകളോട് കരുണ ചെയ്യണമെന്നുള്ളത് ഒരു മുഅ്മിനായ ഒരു മനുഷ്യന്റെ കടമയാണ്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഒരു കർത്തവ്യമാണ്. ഈ കാലഘട്ടത്തിൽ സ്വന്തം കാര്യം മാത്രം നോക്കുന്നവരാണ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യന്മാര് നന്ദി കെട്ടവരാണ് എന്ന് പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു, മനിൽ കനൂദ് യാ റസൂലല്ലാഹ്, ഈ നന്ദി കെട്ടവരെന്ന് പറഞ്ഞാൽ ആരാ നബിയെ? ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സ്വന്തം കാര്യം മാത്രം നോക്കുന്നവരാണ്. അവനെങ്ങനെയോ പോകട്ടെ, അവൻ ഇനി കഷ്ടപ്പെടുന്നെങ്കിൽ കഷ്ടപ്പെട്ടോട്ടെ, എനിക്കതൊന്നും അറിയണ്ട. എനിക്ക് എന്റെ കാര്യം, എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്റെ സഹോദരങ്ങൾ. അപ്പുറത്തുള്ളവന്റെ മക്കൾ പട്ടിണി കിടന്നാൽ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? അപ്പുറത്തുള്ളവന്റെ ഭാര്യ സങ്കടത്തിൽ കിടന്നാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? നമുക്ക് കിട്ടുന്നതിന്റെ ഒരു ഭാഗം, ഒരൽപ്പം, നമുക്ക് കിട്ടുന്ന എല്ലാം നമുക്കുള്ളതല്ല, അതിന്റെ ഒരൽപ്പം എടുത്ത് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുത്തു കഴിയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെയാണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്നത്, അവിടെയാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത്, അവിടെയാണ് സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോകാൻ പറ്റുന്നത്. ഇനിയിപ്പോ പരിശുദ്ധമായ റമളാനിന്റെ അവസാനങ്ങളിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ ഇറങ്ങി, എല്ലാവരും ഇറങ്ങി വസ്ത്രമെടുക്കാനും ഒക്കെ കൂട്ടത്തോടെ മക്കളുമായി, ഭർത്താവുമായി, സഹോദരങ്ങളുമായി എല്ലാവരുമായിട്ട് കടന്നുപോയി. ഓരോ തുണിക്കടക്കാരും നിങ്ങളുടെ വരവിനെ കാത്താണ് നിൽക്കുന്നത്, അല്ല എന്ന് പറയുന്നില്ല. എന്നാൽ നിങ്ങൾ അവിടെ ചെന്ന് കയറുമ്പോൾ അവിടെ നിങ്ങളെപ്പോലെ ഉള്ള കുറച്ച് മനുഷ്യന്മാർ ആ കടകളിലുണ്ട്, കുറച്ച് സ്റ്റാഫുകൾ ആ കടയിലെ സ്റ്റാഫുകളുണ്ട്. ചില സ്റ്റാഫുകൾ പല കൂട്ടുകാരും പറഞ്ഞിട്ടുണ്ട്, ഉസ്താദെ വല്ലാത്തൊരു സങ്കടമാണ്. ചില ഉമ്മമാര് വന്നിട്ടെല്ലാം വാരിയിടും, മൊത്തത്തിൽ വാരിയിടും. അവർക്കെടുക്കാനുള്ളത് അവർ മൊത്തവും വാരിയിടും. അത് കഴിഞ്ഞാൽ അടുത്തത് അവരുടെ മക്കൾക്കാണ്, അത് മുഴുവനും വാരിയിടും. ഞങ്ങൾ ഇവിടെ നിന്ന് പെരുന്നാളോട് അടുക്കുന്ന സമയം ഞങ്ങൾ പോകുന്നത് സുബൈക്ക് തൊട്ടു മുമ്പാണ്. ഇത് മുഴുവനും നമ്മൾ അടുക്കി പറക്കി വെക്കണം. പിറ്റേ ദിവസവും ഇതുപോലെ തന്നെ എല്ലാവരും വന്നിട്ട് വാരി വലിച്ചിടും. ചില ആളുകൾ ഒന്നും എടുക്കാറില്ല. വല്ലാത്ത സങ്കടമാണ്. നോമ്പ് പോലും മുറിക്കുന്ന സമയമായിട്ട് നോമ്പ് പോലും മുറിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞങ്ങൾ മുന്നോട്ട് പോകാറുണ്ട്. ഉസ്താദേ, ഞങ്ങൾക്കൊക്കെ വേണ്ടി ആത്മാർത്ഥപരമായി ദ്വാരക്കണം. അതിൽ ആണുണ്ടാകും, അതിൽ പെണ്ണുണ്ടാകും. ഓരോരുത്തര് കടന്നു വരുന്നത് അവരവരുടെ കഷ്ടപ്പാട് കൊണ്ടാണ്. ആ കടകളിൽ നിൽക്കുന്നത് അവരോടുള്ള അവന്റെ വീട്ടിലുള്ള ദാരിദ്ര്യം കൊണ്ടാണ്. ഒരുപാട് വിധവകളായ സഹോദരിമാരുണ്ടാകും അവിടെ, ഇല്ലേ? നമ്മൾക്കെന്താ? അല്ലാഹു തആല തന്നിട്ടുള്ള സമ്പത്ത് കൊണ്ട് നമ്മൾ പോകുമ്പോ അവരോട് നമ്മളൊരു അല്പം കരുണ കാണിക്കണം. എല്ലാം വാരിയിടുമ്പോ നമുക്കതിന്റെ കളർ കണ്ടാൽ അറിയാം, ഒരു മോഡൽ കണ്ടാൽ നമുക്ക് അതിനെപ്പറ്റി
പറ്റി ഏകദേശം ഒരു ഇത് കിട്ടും. എന്നാലും നമ്മൾ മുഴുവനും ഭാര്യ ഇടിയിപ്പിക്കും. അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കണം, പടച്ചോനെ, നമ്മളെപ്പോലത്തെ ഒരു നോമ്പുകാരൻ, നമ്മളെപ്പോലത്തെ ഒരു നോമ്പുകാരി, അവര് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകുമെന്തോ. പക്ഷെ നമ്മൾ പോകുമ്പോഴാണെങ്കിലോ ഒരു ബാഗിൽ ഭക്ഷണം ഉണ്ടാകും, ആപ്പിൾ ഉണ്ടാകും, മുന്തിരി ഉണ്ടാകും, എന്തെല്ലാം കൊണ്ടുപോകാൻ പറ്റും അതെല്ലാം നമ്മൾ അതിനകത്തൊരു കവറിലിട്ട് നമ്മൾ നല്ല ഉഷാറായി നമ്മൾ കൊണ്ടുപോകാറുണ്ട്. എന്നാൽ ഇതുപോലെയുള്ള സാധുക്കളാണെങ്കിൽ ഒന്നുമില്ല, ഒരല്പസമയം 5 മിനിറ്റെങ്കിലും കിട്ടിയാൽ പെട്ടെന്ന് ഓടിപ്പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് അതുപോലെ തിരിച്ചു വരാൻ അവർക്കൊന്നും ഒരു സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് വസ്ത്രമെടുക്കാൻ പോകുന്നവർ ഒരാളെയും നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കാത്ത കോലത്തിൽ ഒരു മനുഷ്യൻ, എത്രയോ ആളുകൾ നിങ്ങൾ വിചാരിക്കും അവർക്ക് നമ്മളോട് ഒരു കുഴപ്പമില്ല, ചിലപ്പോൾ നിങ്ങളെ ശപിക്കുന്നുണ്ടാവും ചില ആളുകൾ, അതറിയുന്നില്ല നമ്മള്. നമ്മൾ നന്മക്കാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ നന്മയിലേക്ക് തന്നെ വരണം. മഹാന്മാരായ ബഹുമാന്യരായ സ്വഹാബിമാരോട്, ബഹുമാനപ്പെട്ട സ്വഹാബിമാരോട് കരുണ കാണിക്കുമായിരുന്നു. ഒരു ജോലി ഏതെങ്കിലും ഒരു സ്വഹാബി ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ ആ സ്വഹാബിയുടെ അരികിൽ നിന്ന് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി കടന്നുപോയാൽ മറ്റുള്ള സ്വഹാബിമാര് പറയും, കുഴപ്പമില്ല, ഇത് മതി എനിക്ക്, അൽഹംദുലില്ലാ, റാഹത്തായി. അവരെ വന്ന് സന്തോഷിപ്പിച്ച് ആ സ്വഹാബിമാരോട് നല്ല വർത്തമാനമൊക്കെ പറഞ്ഞ് തന്റെ കയ്യിലുണ്ടാകുന്ന ഈത്തപ്പഴത്തിന്റെ ഒരൽപ്പം എടുത്തിട്ട് പാവപ്പെട്ട സ്വഹാബത്തിന് കൊടുത്തിട്ട് കടന്നു വരുന്ന എത്രയോ പ്രിയപ്പെട്ട സ്വഹാബിമാരുണ്ടായിരുന്നു. ഇന്നിപ്പോ നമ്മൾ അങ്ങനല്ല. നമ്മൾ പറയും, എനിക്ക് പെട്ടെന്ന് പോകണം, അതെടുക്ക് ഇതെടുക്ക്, അല്ലേ? അള്ളാന്റെ പ്രവാചകരുടെ ഏറ്റവും നല്ല വഴികൾ എന്തെന്നറിയുമോ? പ്രിയപ്പെട്ട സ്വഹാബ, നിങ്ങൾ അവർ ജോലി ചെയ്യുന്ന കണ്ടിട്ട് അവരതിനു മാത്രം നിർത്തിയതാണെന്ന് പറഞ്ഞ് നിങ്ങൾ അവരെ പ്രയാസപ്പെടുത്തല്ലേ സ്വഹാബ, അവരെ ബുദ്ധിമുട്ടിലാക്കല്ല സ്വഹാബ, അവരെ കണ്ണീരിലാക്കല്ലേ സ്വഹാബ. സ്വഹാബത്തെ അവരും മനുഷ്യരാണ്, അവരും പട്ടിണിയുള്ളവരാണ്, അവരും വിശപ്പ് സഹിക്കുന്നവരാണ്, അവരും രോഗമുള്ളവരാണ്. അതുകൊണ്ട് അവരോട് നിങ്ങൾ കരുണ ചെയ്യണമെന്ന് മദീനയുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാനിൽ മിക്ക ഉള്ള സ്ഥലങ്ങളിൽ ചില ആളുകൾ, നല്ലവരായ മുതലാളിമാർ, അവർക്കൊരു ഇളവ് കൊടുക്കും. നോമ്പല്ലേ, 3 മണി വരെ നിന്നാ മതി, അല്ലേ? വേണ്ട, ഉച്ച വരെ നിന്നാ മതി, ഉച്ചയ്ക്ക് നിങ്ങൾ പൊക്കോ. നോമ്പിനോടുള്ള ഒരു ആദരവ്, നോമ്പിനോടുള്ള ഒരു ബഹുമാനം, നോമ്പിനോടുള്ള ഒരു ഇഷ്ടം, അല്ലേ? അപ്പോ കാരുണ്യത്തിന്റെ മാസത്തിൽ അവർക്ക് വേണ്ടി കരുണ ചൊരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അതുകൊണ്ട് നന്മ മാത്രം ചിന്തിക്കുക, ആരും ഒരു മൈനസായിട്ട് കണക്കാക്കാതെ സ്വന്തം നഫ്സിനോട് ചോദിച്ചുകൊണ്ട് കടന്നു വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. നന്മകളുടെ വഴികളിലൂടെ കടന്നിട്ട് സന്തോഷത്തോടെ ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്കൊക്കെ വിധി തരട്ടെ. അല്ലാഹു തആല എല്ലാവരുടെ ജീവിതത്തിന്റെ അഭിലാഷങ്ങളും അല്ലാഹു തആല സഫലീകരിച്ചു തരട്ടെ. ഒരുപാട് ആളുകൾ, സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും സന്തോഷവും സമാധാനവും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാഹു ബിസ്മില്ലാഹി അലൈഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ, ഞങ്ങളെ കബൂലാക്കണേ അല്ലാ, ഞങ്ങളെ ഇഷ്ടപ്പെടണേ അല്ലാ. ഞങ്ങളുടെ മജ്ലിസിൽ മുടങ്ങാതെ വരുന്നവരാണ് റഹ്മാനെ. അവരോരോരുത്തർക്കും പല പല ആഗ്രഹങ്ങളുള്ളവരാണ്, ഒരുപാട് കടമുള്ളവരാണ്, ഒരുപാട് സങ്കടമുള്ളവരാണ്, ഒരുപാട് ദുഃഖമുള്ളവരാണ്, ഒരുപാട് വേദനകൾ ഉള്ളവരാണ്. അല്ലാഹുവേ, എല്ലാവരുടെ വേദനകളെയും നീ മാറ്റണേ അല്ലാ. എല്ലാവരുടെ വിഷമങ്ങളെയും മാറ്റണേ അല്ലാ. എല്ലാവരുടെ ദുഃഖങ്ങളെയും മാറ്റണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ റബ്ബേ.
ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നു അല്ലാ, എന്തൊക്കെ ആരൊക്കെ എങ്ങനൊക്കെ ഏതൊക്കെ രീതിയിൽ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചോ അത് മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ. പരീക്ഷയിൽ പങ്കെടുത്ത മക്കളെ വിജയിപ്പിക്കണേ അല്ലാ. ഖൈറ് നിറച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അതുപോലെ പല പല അസുഖങ്ങളുള്ളവരുണ്ട്, എല്ലാവരെയും മാറ്റണേ, എല്ലാവരുടെ രോഗങ്ങളും മാറ്റണേ അല്ലാ. അല്ലാഹുവേ, സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ മജ്ലിസിൽ നല്ലതുപോലെ നല്ല മനസ്സോടെ നല്ല നീയത്തോടെ ഇരിക്കുന്നവരാരാണോ അല്ലാ, അവരുടെ മനസ്സനുസരിച്ചിട്ട് മക്കളെ കൊടുക്കണേ അല്ലാ. ഖൈറ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ മക്കളില്ലാത്തവരുണ്ട് പടച്ചോനെ, അവർ കാണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ അല്ലാ. ആണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, കരുണക്കടലായ അല്ലാ, മാലിക്കുൽ മുലൂക്കായ റബ്ബേ, ക്യാൻസർ പോലത്തെ രോഗം തന്ന് പരീക്ഷിക്കല്ല റബ്ബേ, സങ്കടം തന്ന് പരീക്ഷിക്കല്ല റബ്ബേ. അല്ലാഹുവേ, കടമുള്ളവരുണ്ട്, വീടില്ലാത്തവരുണ്ട് അല്ലാ, പേപ്പർ ശരിയായി കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്, എല്ലാവരെയും സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, എല്ലാവരെയും കബൂലാക്കണേ അല്ലാ. കടം വീടാനും ജോലിയിൽ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, അവരുടെ കടങ്ങളെ മാറ്റണേ അല്ലാ. രോഗങ്ങളെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, മാലിക്കുൽ മുലൂക്കായ തമ്പുരാനെ, അല്ലാഹുവേ, ഹബീബിന്റെ ചാരയെത്താൻ ഭാഗ്യം കിട്ടാൻ പറഞ്ഞവരുണ്ട്, അവരുടെ മനസ്സുകൊണ്ട് അവരാഗ്രഹിച്ചവരാണ്. മുത്തുനബിയുടെ ചാര എത്തിക്കണേ അല്ലാ. മുത്തുനബിയുടെ ചാരത്തായിട്ട് എത്തിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ മജ്ലിസ് മുടങ്ങാതെ കാണുന്ന സഹോദരങ്ങളുണ്ട്, അവർക്കൊക്കെ നല്ല ഖൈറ് കൊടുക്കണേ അല്ലാ. സന്തോഷം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ശാരീരികമായി മാനസികമായി കുടുംബപരമായി വേദനകളുള്ളവരുണ്ട്, അല്ലാഹുവേ, അതൊക്കെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, മജ്ലിസിൽ നല്ല മനസ്സ് കൊടുത്തിരിക്കുന്ന ഓരോരുത്തരും ഞങ്ങളെ ഒരുമിച്ച് നിന്റെ സ്വർഗത്തിൽ കടത്തണേ അല്ലാ. ഒരുമിച്ച് നിന്റെ സ്വർഗത്തിൽ കടത്തണേ അല്ലാ. മരിക്കുന്നത് വരെ ഈമാൻ വർദ്ധിക്കാനും നല്ലതുപോലെ സാലിഹീങ്ങളായ മക്കളാകാനെന്നൊക്കെ പറഞ്ഞ് ദുആ ചെയ്തവരുണ്ട്. ഈമാൻ കിട്ടാനും റബ്ബ് സ്വഭാവമെല്ലാം സന്തോഷമാക്കാനും ദുആ ചെയ്യാൻ പടച്ചോനെ സ്വീകരിക്കണേ അല്ലാ. കമന്റിലൂടെ ആരൊക്കെ എന്തൊക്കെ ആഗ്രഹങ്ങൾ പറഞ്ഞോ അത് മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ. ഖബൂലാക്കണേ അല്ലാ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.